ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റായ ട്രയൽസ് ആൻഡ് ട്രാംപ്സിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയൽ ഗാർഷിയ മാർക്കസ് എന്ന ആളാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ചസമയമായിരുന്നിട്ട് കൂടി ലൈറ്റ് വളരെ വീക്കായിരുന്നു. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലായോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഉച്ചസമയത്ത് പോയപ്പോൾ അവിടെ എന്തോ ഒരു വസ്തു അനങ്ങുകയും ഞരങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. അദ്ദേഹത്തിന് വളരെ അടുത്തേക്ക് പോകേണ്ടി വന്നു. അത് വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണെന്ന് കാണാൻ വേണ്ടി. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ മനുഷ്യൻ മുഖം ചെളിയിൽ താഴ്ത്തിയ നിലയിൽ കിടക്കുകയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ് ഇംപീഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ചെളിയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിറകുകൾ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇംപീഡഡ് മീൻസ് കുടുങ്ങിക്കിടക്കുക. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. ഈ കാഴ്ച കണ്ട് പേടിച്ചിട്ട് പെലായോ വീടിനകത്തേക്ക് ഓടി അദ്ദേഹത്തിൻ്റെ വൈഫായ എലിസൻഡയെ വിളിക്കാൻ. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവരുടെ രോഗിയായ കുട്ടിക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അദ്ദേഹം അവളെ മുറ്റത്തിൻ്റെ ഒരു അറ്റത്തേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അവർ രണ്ടുപേരും നിലത്ത് വീണെടുക്കുന്ന ബോഡിയിലേക്ക് നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടാൽ അദ്ദേഹം പഴയ കീറിയ വസ്ത്രങ്ങൾ പെറുക്കി നടക്കുന്ന ഒരാളാണെന്ന് തോന്നും. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ കീറിയ തുണിക്കഷ്ണങ്ങളൊക്കെ പെറുക്കി നടക്കുന്ന ആൾ. ദർ വർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയേഴ്സ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അദ്ദേഹത്തിൻ്റെ കഷണ്ടിത്തലയിൽ വളരെ കുറഞ്ഞ മങ്ങിയ ഹെയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുടികൾ മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വായിൽ വളരെ കുറഞ്ഞ പല്ലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് നമുക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ക്ഷീണിച്ച ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെന്നാണ്. ഇവിടെ ഡ്രെഞ്ച്ഡിൻ്റെ മീനിങ് നമുക്ക് വീക്ക് എന്നെടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് സോക്ക്ഡ് അഥവാ കുതിർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്ന എന്നൊക്കെയാണ്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഇത് അദ്ദേഹത്തിന് ഉണ്ടായേക്കാവുന്ന എല്ലാ മഹത്വത്തെയും ഇല്ലാതാക്കി. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. അദ്ദേഹത്തിൻ്റെ വലിയ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ, വൃത്തികെട്ടതും പകുതി പറഞ്ഞു പോയതുമായ ആ ചിറകുകൾ ചെളിയിൽ പൂഴ്ന്നു കിടക്കുകയായിരുന്നു, കുടുങ്ങി കിടക്കുകയായിരുന്നു. ബസാർഡ് എന്ന് പറഞ്ഞാൽ കഴുകൻ. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി ദാറ്റ് പെലായോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അവർ കുറേ നേരം വളരെ സൂക്ഷിച്ച് അദ്ദേഹത്തെ നോക്കിയപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന സർപ്രൈസൊക്കെ അവർ മറികടന്നു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം അവർ നല്ല ഫെമിലിയറായി. ദെൻ ദേ ഡെയർ സ്പീക്ക് ടു ഹിം. പിന്നെ അവർ അദ്ദേഹത്തോട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. ഹി ആൻസർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അദ്ദേഹം മറുപടി പറഞ്ഞത് മനസ്സിലാവാത്ത ഏതൊരു ഭാഷയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസ് ശക്തനായ ഒരു സെയിലറുടെ വോയിസ് ആയിരുന്നു. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റ് അവേ ഫ്രം സം ഫോറിൻ ഷിപ്പ് റെക്ഡ് ബൈ ദ സ്റ്റോം. കൊടുങ്കാറ്റിനാൽ തകർന്നു പോയ ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന് ഒറ്റപ്പെട്ട ആളായിരിക്കാം ഇദ്ദേഹം എന്ന് അവസാനം അവർ കൺക്ലൂഡ് ചെയ്തു. ദെൻ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൻ ടു സീ ഹിം. അങ്ങനെ അവർ അയൽവാസിയായ സ്ത്രീയെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ക്ഷണിച്ചു. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ആ സ്ത്രീ അവരുടെ മിസ്റ്റേക്ക് കാണിച്ചു കൊടുത്തു. ഹീസ് എൻ ഏഞ്ചൽ. ഇതൊരു മാലാഖയാണെന്ന് അവർ പറഞ്ഞു. ഷീ ടോൾഡ് ദം. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. ഈ മാലാഖ വന്നിരിക്കുന്നത് അവരുടെ രോഗമുള്ള കുട്ടിയെ കൊണ്ടുപോകാനായിരിക്കാം. പക്ഷേ അദ്ദേഹം വളരെ ഓൾഡ് മാൻ ആയതുകൊണ്ട് തന്നെ മഴ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. അടുത്ത ദിവസം തന്നെ എല്ലാവരും അറിഞ്ഞു ഒരു രക്തവും മാംസവും ഒക്കെ ഉള്ള ഒരു ഏഞ്ചലിനെ പെലായുടെ വീട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബെയ്ലിഫ്സ് ക്ലബ്. പെലായോ ആ ആഫ്റ്റർനൂണിൽ മുഴുവൻ അദ്ദേഹത്തെ അടുക്കളയിൽ നിന്ന് വാച്ച് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബെയ്ലിഫ്സ് ക്ലബിലുണ്ടായിരുന്ന ആയുധം എടുത്തിട്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് he dragged him out of the mud and locked him up with the hens in the chicken coop. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ അദ്ദേഹം
ഈ ഏഞ്ചലിനെ ചെളിയിൽ നിന്ന് വലിച്ചെടുത്ത് കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്തു, ഹെൻസിൻ്റെ കൂടെ ലോക്ക് ചെയ്തു. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്കപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടി പനിയൊന്നുമില്ലാതെ തന്നെ ഉണർന്നെണീറ്റു. എന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കാണിച്ചു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അപ്പോൾ അവർക്ക് ഈ ഏഞ്ചലിനോട് കുറച്ച് ദയ തോന്നി. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. അങ്ങനെ അവർ തീരുമാനിച്ചു, ഏഞ്ചലിനെ ഒരു ചെങ്ങാടത്തിൽ ആവശ്യത്തിന് വെള്ളവും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിനെ കടലിലേക്ക് ഇറക്കി വിടാൻ തീരുമാനിച്ചു. But they went out into the courtyard at the first light of dawn. They found the whole neighborhood in front of the chicken coop, having fun with the angel. പക്ഷേ അവർ രാവിലെ മുറ്റത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, അയൽവാസികളെല്ലാം കോഴിക്കൂടിന് മുമ്പിൽ ഈ ഏഞ്ചലുമായിട്ട് തമാശ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. The visitors were tossing him things to eat through the openings in the coop. ആ കൂട്ടിനുള്ളിലെ ദ്വാരത്തിലൂടെ ഇദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വിസിറ്റേഴ്സ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയറിൻ്റെ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. ഇത് കണ്ടാൽ അദ്ദേഹം ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ഒന്നുമല്ല, ഒരു സർക്കസ് ആനിമലാണെന്ന് അവർ കരുതുന്നതായിട്ട് തോന്നുന്നു. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. പിടിക്കപ്പെട്ട ഏഞ്ചലിൻ്റെ കഥ വളരെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ തിരക്കുള്ളതായി മാറി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ആ കപ്പിളിന് ഈ ജനങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി ട്രൂപ്സിനെ വരെ വിളിക്കേണ്ടി വന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. പെട്ടെന്ന് അവർക്കൊരു ഐഡിയ തോന്നി, അവരുടെ മുറ്റം മതിൽ കെട്ടി വേർതിരിക്കുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അങ്ങനെ അവർക്കൊരു ഐഡിയ തോന്നി, മുറ്റം മതിൽ കെട്ടി വേർതിരിക്കുക, എന്നിട്ട് ഏഞ്ചലിനെ കാണാൻ വേണ്ടി 5 cents ചാർജ് ചെയ്യുക. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ എവേ. അങ്ങനെ ആകാംക്ഷയുള്ള ആളുകൾ ദൂരെ നിന്ന് വരെ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഭൂമിയിലെ ഏറ്റവും ബലഹീനരായ, രോഗം കൊണ്ട് ബലഹീനരായ ആൾക്കാർ വരെ ഹെൽത്തും അന്വേഷിച്ച് ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നു. ഈ ഏഞ്ചലിനെ കണ്ടാൽ അവരുടെ രോഗം മാറും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ടോ ഇഞ്ചുറി കൊണ്ടോ ക്ഷീണിച്ച ആളെന്നാണ്. പെലായോ ആൻഡ് എലിസൻഡ വർ ഹാപ്പി വിത്ത് ഫറ്റേഗ്. പെലായോയും എലിസൻഡയും ഹാപ്പി ആയിരുന്നു, അവർ ക്ഷീണിച്ചെങ്കിലും വളരെ സന്തോഷത്തിലായിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർക്ക് അവരുടെ റൂം പണം കൊണ്ട് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. ഇപ്പോഴും ഈ ഏഞ്ചലിനെ കാണാൻ വന്ന തീർത്ഥാടകരുടെ ലൈൻ ചക്രവാളത്തിനപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിരുന്നു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. തൻ്റെ സ്വന്തം പ്രവൃത്തിയിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വ്യക്തി ഈ ഏഞ്ചലായിരുന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചത് അദ്ദേഹത്തിന് കടമായി കിട്ടിയ കൂട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കാനാണ്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം അവർ ട്രൈ ചെയ്തത് അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ച് മോത്ത് ബോൾസ് കഴിപ്പിക്കാനാണ്. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ പാറ്റാഗുളിക പോലുള്ള സംഭവമാണ്. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ അദ്ദേഹം വഴുതനം കൊണ്ടുള്ള കഞ്ഞി മാത്രമേ കഴിച്ചുള്ളൂ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അമാനുഷിക കഴിവ് അല്ലെങ്കിൽ നന്മ എന്ന് പറഞ്ഞാൽ അത് ക്ഷമയായിരുന്നു. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. കോഴികൾ അദ്ദേഹത്തിൻ്റെ ചിറകിലുള്ള പാരസൈറ്റ്സിനെ, പ്രാണികളെ കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊത്തിയപ്പോഴും അദ്ദേഹം ക്ഷമ കാണിച്ചു. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ നിന്ന് തൂവലുകൾ പറിച്ച് അവരുടെ കാലുകളിലൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അദ്ദേഹം പേഷ്യൻ്റായിട്ടിരുന്നു. ഹി റിമൈൻഡ് പേഷ്യൻ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ഏറ്റവും ദയുള്ള ആളുകൾ വരെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞപ്പോഴും അദ്ദേഹം ക്ഷമിച്ചിരുന്നു. ആഫ്റ്റർ ഓൾ ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അവർക്ക് അദ്ദേഹത്തെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ആ സമയത്താണ് ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നത്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇടിമിന്നലേറ്റിട്ട് ഒരു സ്പൈഡറായി മാറിയ ഒരു വുമൺ ആയിരുന്നു അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ദി അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അവളെ കാണാനുള്ള അഡ്മിഷൻ ഫീ ഏഞ്ചലിനെ കാണാനുള്ള ഫീയേക്കാൾ കുറവായിരുന്നു. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹെർ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അവരെ കാണാൻ വേണ്ടി ഓടി.
They were also permitted to ask her all manner of questions about her absurd state. അവളുടെ ഈ മോശം അവസ്ഥയെക്കുറിച്ച് എന്ത് ചോദ്യവും ചോദിക്കാനുള്ള പെർമിഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലമെൻറ്റ്. ഈ വീടിൻ്റെ ഓണേഴ്സിന് കരയാനുള്ള ഒരു കാരണമില്ലായിരുന്നു. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവർ സേവ് ചെയ്ത പണം കൊണ്ട് അവർ 2 നിലയുള്ള ഒരു കൊട്ടാരം തന്നെ പണിതു. ബാൽക്കണികളും ഗാർഡനൊക്കെ ഉള്ള ഒരു നല്ല വീട് പണിതു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. വിൻ്റർ സീസണിൽ ക്രാബുകൾ വീട്ടിലേക്ക് കയറി വരാതിരിക്കാനുള്ള നെറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. അതുമാത്രമല്ല വിൻഡോസിനൊക്കെ അയൺ ബാർസ് ഉണ്ടായിരുന്നു, ഏഞ്ചൽസ് ഒന്നും ഉള്ളിലേക്ക് വരാതിരിക്കാൻ. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. പെലായോ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചൊരു മുയൽ ഫാം തുടങ്ങി. എലിസണ്ട ബോട്ട് സം സാറ്റിൻ പാംസ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. എലിസണ്ട അവൾക്ക് ഇഷ്ടപ്പെട്ട ഹൈ ഹീലുള്ള ഷൂസും അതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന സിൽക്ക് കൊണ്ടുള്ള ഡ്രസ്സുകളും വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിൻ റിസീവ് എനി അറ്റൻഷൻ. ആ കോഴിക്കോട് മാത്രമായിരുന്നു ഒരു പരിഗണനയും കിട്ടാതിരുന്ന ഒരേ ഒരു വസ്തു. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. അവിടെ നിന്നുള്ള വേസ്റ്റിൻ്റെ സ്മെല്ല് കാരണം ആ പുതിയ വീട് ഒരു പഴയതുപോലെ തോന്നിച്ചു. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡൻ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദി ഏഞ്ചൽസ് ഹാർട്ട്. കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടർക്ക് ഈ ഏഞ്ചലിൻ്റെ ഹൃദയം കൂടി ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഈ ഏഞ്ചലിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വിസിലിംഗ് സൗണ്ടുകളും കിഡ്നിയിലും അതുപോലെ തന്നെ പല സൗണ്ടുകളും ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ആ ഡോക്ടറെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിറകുകളുടെ ലോജിക്ക് തന്നെയായിരുന്നു. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ആ പൂർണ്ണമായ ഒരു മനുഷ്യജീവിയുടെ ശരീരത്തിൽ വളരെ നാച്ചുറലായിട്ട് തന്നെ ഈ ചിറകുകൾ കാണപ്പെട്ടു. ഹി കുഡൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻ ഹാവ് ദം ടു. അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ ചിറകുകൾ ഇല്ലാതിരുന്നത് എന്നാണ്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ഈ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് വെയിലും മഴയും വന്ന് ആ കോഴിക്കൂട് നശിപ്പിച്ചു കളഞ്ഞു. ദ ഏഞ്ചൽ വെൻറ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് എബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ആ ഏഞ്ചൽ ആ കൂട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, മരിക്കാൻ പോകുന്ന ക്ഷീണിതനായ മനുഷ്യനെ പോലെ. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിലായി അദ്ദേഹത്തെ കാണപ്പെടുന്നത് പോലെ തോന്നിച്ചു. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ വളരെ വീക്കായിരുന്നു. അദ്ദേഹം പല പോസ്റ്റിലും പോയി ഇടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ അദ്ദേഹത്തിന് ഒരു ബ്ലാങ്കറ്റ് കൊടുത്ത് ഷെഡിൽ ഉറങ്ങാൻ വേണ്ടി അനുവദിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോൾ മാത്രമാണ് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് രാത്രിയിൽ ചെറുതായിട്ടൊരു ചൂടുണ്ട്, ഒരു പനിയുണ്ടെന്ന് മനസ്സിലായി. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർ പേടിച്ചുപോയി, ഇദ്ദേഹം ഇവിടുന്ന് മരിച്ചു പോകുമെന്ന് പേടിച്ചുപോയി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശമായ വിൻ്റർ സർവൈവ് ചെയ്തത് മാത്രമല്ല, അദ്ദേഹത്തിന് സണ്ണി ഡേയ്സിൽ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. അദ്ദേഹം പല ദിവസങ്ങളിലും അനങ്ങാതെ ആ മുറ്റത്തിൻ്റെ ഒരു കോർണറിൽ, ഏറ്റവും അറ്റത്തുള്ള കോർണറിൽ കിടന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബർ തുടക്കമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ കുറച്ച് ഫെതേഴ്സൊക്കെ വരാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. അതൊരു നോക്കൂത്തിയുടെ ചിറകുകളിലെ തൂവലുകൾ പോലെ തോന്നിച്ചു. വൺ മോർണിംഗ് എലിസണ്ട വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് ഓണിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. ഒരു ദിവസം രാവിലെ എലിസണ്ട ഒരു കൂട്ടം ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലഞ്ചിന് വേണ്ടി. ആ സമയത്ത് അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൾ ജനലിനടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഈ ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ പറക്കാനുള്ള ആദ്യ ശ്രമത്തിലായിരുന്നു. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ഇത് വളരെ രസകരമായി തോന്നി, കാരണം അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടാതെ, എയറിൽ ഗ്രിപ്പ് കിട്ടാതെ പലതവണ ഷെഡിലേക്ക് തട്ടി വീഴുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അവസാനം അദ്ദേഹത്തിന് ആൾട്ടിറ്റ്യൂഡ് കിട്ടി, അദ്ദേഹത്തിന് പറക്കാൻ കഴിഞ്ഞു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്.
എലിസണ്ട് അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ ദീർഘശ്വാസം വിട്ടു. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം, അവൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, അവളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അവസാനത്തെ വീടും പാസ് ചെയ്ത് പോകുന്നത്. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. ഒരു തരത്തിൽ അദ്ദേഹത്തെ തന്നെ താങ്ങി നിർത്തുകയായിരുന്നു. ഒരു പ്രായം ചെന്ന കഴുകൻ്റെ അപകടം പിടിച്ച ചെറുകടി പോലെ ആകാശത്ത് അദ്ദേഹത്തെ താങ്ങി നിർത്തുകയായിരുന്നു. സെനൈൽ മീൻസ് പ്രായം ചെന്ന ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടെന്നാണ്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ്. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എലിസണ്ട ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അവൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയാത്തത്ര ദൂരത്തിലെത്തുന്നത് വരെ അവൾ അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി അദ്ദേഹം വരില്ല. അതുമാത്രമല്ല, അദ്ദേഹം കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു ഇമാജിനറി ഡോട്ടായി മാറും. ഫ്രണ്ട്സ്, SSLC ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.